യാത്രയേക്കാൻ നേരത്ത് മുഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പറയാണ്, അഫ്വൻ, എനിക്കങ്ങ് പൊരുത്തപ്പെട്ടു തരണേ. എന്തേ കാരണമെന്നറിയുമോ? അഖഫ്തുക ലമ്മാ ജിഅതു ഇലൈക ഫുജ്ആ, ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ, നിങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ, അതേ അഖഫ്തുക, നിങ്ങൾ എന്നെ കണ്ടു പേടിച്ചില്ലേ? ഞാൻ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ പേടിച്ചത്? അള്ളാഹുവിന്റെ ഒരടിമയെയും പേടിപ്പിക്കാൻ എനിക്കധികാരമില്ല. അതുകൊണ്ടുതന്നെ ഞാൻ വന്ന കാരണം നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ മനുഷ്യ. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله سبحانه وتعالى നമ്മളോട് ഒരുമിച്ച് കൂടിയതിനേക്കാൾ സന്തോഷത്തോടുകൂടെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണവും ദോഷങ്ങൾ പൊറുപ്പിക്കാനൊക്കെ കാരണമാകുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം അയവിറക്കുകയും അതിൽ നിന്ന് നന്മകളെ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ മാസം മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് മാസമാണ്. മഹാനവറുകൾ ഈ ലോകത്തിലേക്ക് സമ്മാനിച്ച ധാരാളം നന്മകളും ധാരാളം ജീവിത ശൈലികളുമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരറ്റ് സ്നേഹിക്കുകയും അവിടുത്തെ ജീവിതം അതുപോലെ പകർത്തിയെടുക്കുകയും സമൂഹത്തിൽ അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഇൽമിന്റെ വിഷയത്തിൽ മഹാനവറുകൾ അറിഞ്ഞിരുന്നത് അബുൽ ഇൽമൈൻ, രണ്ട് വിധത്തിലുള്ള അറിവുകളുടെയും പിതാവ് എന്ന അപരനാമത്തിലായിരുന്നു. രണ്ട് ഇൽമുകൾ എന്ന് പറഞ്ഞാൽ ലാഹിറായ ഇൽമും ബാത്തിനായ ഇൽമുകളും സമ്പൂർണമായിരുന്ന വലിയ ഒരു പണ്ഡിതനാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. കറാമത്തുകളുടെ സാഗരമാണ്. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കതിൽ കൂടുതലും കാണാൻ കഴിയുന്നത് സാന്ത്വന പ്രവർത്തനങ്ങളായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. നാം സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടെ നമ്മൾ ഇടപെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമായി മാറുന്നത്. ഇസ്ലാം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഇന്ന ആള് എന്നില്ല. കുഷ്ഠരോഗിയാണെങ്കിലും മഹാനവറുകൾ കുഷ്ഠരോഗിയെ പോയി സന്ദർശിക്കും, അവിടെ കൂടും, 2 ദിവസം അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കും. അവരുടെ താടിയും മുടിയും ഒക്കെ ശരിയാക്കണമെങ്കിൽ അത് ശരിയാക്കി കൊടുക്കും, വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. അന്ന് ലോകം അറിയപ്പെടുന്ന അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മാത്രവുമല്ല, വൈങ്കാനദ ബറസിൻ,
കുഷ്ഠരോഗിയാണെങ്കിലും വെള്ളപ്പാണ്ട് ബാധിച്ച ആളാണെങ്കിലും എല്ലാവരും വെള്ളപ്പാണ്ടുകാരെ അകറ്റുമ്പോ, കുഷ്ഠരോഗിയെ അകറ്റുമ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ കൂടുകയാണ്. അത് മാത്രമല്ല, വഇൻകാന കൽബൻ, അതൊരു നായയാണെങ്കിലും ഒരു പട്ടിയാണെങ്കിലും അതിനെയും പരിപാലിക്കും. കഴിഞ്ഞ വർഷത്തിലെ റിഫായി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോ ഒരു നായയെ പരിപാലിച്ച സംഭവം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഏതു ആളുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ജീവികളാണെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, വഇൻകാന ലിസ്സൻ, അതൊരു കള്ളനാണെങ്കിൽ പോലും, ഒരു കള്ളനാണെങ്കിൽ പോലും ആ കള്ളനിക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കും. കക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു കൊടുക്കില്ല. നോക്ക് നിങ്ങൾ, മഹാനവരുടെ ജീവിതമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ആ ജീവിതത്തിൽ രാത്രി സമയത്തിങ്ങനെ ക്ലാസുകൾ കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തൊരു വീട്ടിന്റെ ആ വീട്ടിന്റെ തൊഴുത്തിൽ ഒരു വെളിച്ചം കാണുന്നു, ഒരാൾ പെരുമാറ്റം കാണുന്നു. നോക്കുമ്പോൾ ഒരു കള്ളനാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ കള്ളനോട് പറയുകയാണ്, ഓ മനുഷ്യ, അന്ത സാഹിബുൽ ഫഖർ, നീ ദാരിദ്ര്യത്തിന്റെ ആളാണ്, നിനക്ക് പട്ടിണിയുള്ള ആളാണ്. അതുകൊണ്ടുതന്നെ ഈ വീട്ടുകാരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ബൈത്തുൽ ഫുഖറാ, ഇത് പാവങ്ങളുടെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് നീ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അവർ പാവങ്ങളാണ്. അതുമാത്രവുമല്ല, ഈ പശു എന്ന് പറയുന്നത് അത് ഹസീലത്താണ്, വല്ലാതെ ക്ഷീണിച്ച പശുവാണ്. ഈ പശുവിനെ നീ കൊണ്ടുപോയത് കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ പശുവിനെ നീ കൊണ്ടുപോവേണ്ട. ഈ വീട്ടുകാര് പാപപ്പെട്ടവരാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഞാനൊരു പശുവിനെ വളർത്തുന്നുണ്ട്, നീ എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് മഹാനവറുകൾ വളർത്തുന്ന നല്ലൊരു പശുവും അതിന്റെ കൂടെ പാല് കുടിക്കുന്നൊരു കുഞ്ഞിനെയും കൂടി അതേ ഈ കള്ളന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുമാത്രവുമല്ല, ആ മനുഷ്യന്റെ കൂടെ നടന്നു പോവുകയാണ്. പാതിരാ സമയത്ത് കള്ളനെങ്ങാനും പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ആ മനുഷ്യനെ ആക്രമിക്കുമോ എന്ന് പേടിച്ച് കൂടെ പോകുന്നു. ആ മനുഷ്യന്റെ നാട്ടിലേക്ക്, വീട്ടിലേക്ക് അതിനെ എത്തിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രി ആ മനുഷ്യന് ഫതാബത്തിൽ കല്ലയില, ആ രാത്രിയിൽ ആ മനുഷ്യൻ അങ്ങ് പൊട്ടിക്കരയുകയാണ്. അല്ലാ അല്ലാ, ഞാൻ മോഷ്ടിക്കാൻ പോയപ്പോ അത് പാവപ്പെട്ട വീടായപ്പോ സ്വന്തം കയ്യിലുള്ള പശുവിനെ എനിക്ക് അയച്ചു തന്നല്ലോ അല്ലാ, ഞാനെത്ര വലിയ ധിക്കാരിയാണ്. നേരം വെളുത്തപ്പോൾ അഹ്മദുൽ കബീർ റിഫായിയുടെ വീട്ടിൽ വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് മാപ്പു തരണേ. അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. കള്ളനാണെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ആ കള്ളൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ജീവിതത്തിന്റെ ശൈലിയാണ്. നമ്മൾ ഓരോരുത്തരോട് പെരുമാറുന്ന ശൈലിയിൽ നമുക്ക് ഇസ്ലാമിലേക്ക് എത്ര ആളുകളെ കൊണ്ടുവരാൻ കഴിയും? എവിടെയും ഇല്ല ഇഖ്റാ ഫിദ്ദീൻ, ദീനിലൊരിക്കലും പിടിച്ചു പറയില്ല. ഇങ്ങോട്ട് വാടാ, ഞങ്ങളെ ദീനിലേക്ക് വാടാ എന്ന് ഇസ്ലാം പറയുന്നില്ലല്ലോ. പക്ഷേ ഒരു കാലത്ത് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നിരുന്നത് മുസ്ലിങ്ങളുടെ ജീവിത ശൈലി കണ്ടിട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ശൈലി കണ്ട് പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മളാണ്. എത്രമാത്രമാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ ഇടപെട്ടിരുന്നത്. കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ ഒരു നായയെ വല്ലാതെ പരിപാലിച്ചിട്ട് അള്ളാഹുവിനത് ജനങ്ങൾ ചോദിച്ചു, അല്ല റിഫായിയെ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ഈ ജീവിയെ നിങ്ങൾ എന്തിനാണ് മാസക്കണക്കിന് ദിവസം ടെന്റ് കെട്ടിക്കൊണ്ട് പരിപാലിച്ചതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് എന്താണ്? നാളെ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോ, അഹ്മദേ, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനൊരു നായ
രോഗം ബാധിച്ച് എന്റെ സൃഷ്ടിയായ നായ നടന്നപ്പോ എന്തേ അഹമ്മദേ അതിന് നീ പരിപാലിക്കാതിരുന്നതെന്ന് എന്റെ റബ്ബനോട് ചോദിക്കുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് മാസക്കണക്കിന് സമയം അതേ ഒരു ടെന്റ് കെട്ടിയിട്ട് മുറിവിൽ അതേ ശീല കൊണ്ട് കെട്ടിയിട്ട് മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ട് ഭേദമാക്കി കൊടുത്ത മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതേ പാതിരാ സമയത്ത് ദർസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പത്തായ പുരയിൽ ഒരു കള്ളനെ കാണുകയാണ്. വീട്ടിന്റെ പത്തായപ്പുര, പണ്ട് പത്തായപ്പുര ഉണ്ടാവും, അതിൽ കള്ളനെ കാണുന്നു. അദ്ദേഹം അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഇതെനിക്ക് പ്രയാസം ഉണ്ടാക്കും. കാരണം എന്താണെന്നറിയോ, ഇതിന് തൊലിയുണ്ട്, ഇത് നീ കൊണ്ടുപോയിട്ട് ഈ തൊലി കളഞ്ഞിട്ട് ഇതിനെ പൊടി ഉണക്കിയിട്ട് ഇതിനെ പൊടിച്ചിട്ട് നിനക്ക് പൊടിയാക്കുമ്പോഴേക്ക് ഒരുപാട് സമയം നിനക്ക് പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നീ ഇത് എടുക്കേണ്ടതില്ല. അതേ അപ്പുറത്തെ ഭാഗത്തുണ്ടതൊക്കെയുണ്ട്, നല്ല പൊടിയുണ്ട്. എന്നിട്ട് പറയാണ്, അൽ ഹിന്ദകശൈമിലോ, ഇത് പൊതിഞ്ഞു കൊണ്ടുപോവാൻ നിന്റെ കയ്യിൽ വല്ല ചാക്കുമുണ്ടോ? അയാള് പറഞ്ഞു, അതേ ചാക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ചാക്കിലേക്ക് നല്ല ഗോതമ്പിന്റെ പൊടിയാക്കി കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ യാത്രയാക്കുകയാണ്. അതേ യാത്രയേക്കാൻ നേരത്ത് മുഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാണ്, അഫ്വൻ, എനിക്കങ്ങ് പൊരുത്തപ്പെട്ട് തരണേ. എന്തേ കാരണമെന്നറിയുമോ? അഖഫ്തുക ലമ്മാ ജിഅ്തു ഇലൈക ഫുജ്ആ, ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ, നിങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ അതേ അഖഫ്തുക, നിങ്ങൾ എന്നെ കണ്ടു പേടിച്ചില്ലേ? ഞാൻ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ പേടിച്ചത്? അള്ളാഹുവിന്റെ ഒരു അടിമയെയും പേടിപ്പിക്കാൻ എനിക്കധികാരമില്ല. അതുകൊണ്ടുതന്നെ ഞാൻ വന്ന കാരണം നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ മനുഷ്യ. എന്താണ് അവരുടെയൊക്കെ ജീവിതം? അതേ ഉടനെ തന്നെ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതേ അങ്ങനത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ടല്ല, മഹാൻ അവരുടെ കരികിൽ ഏകദേശം 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കും ക്ലാസ്സിന്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്നാലോ ശൈഖ് റിഫായി ലാ യഖുലു കുല്ല യൗമൻ റഈബൻ ഔ നിസ്ഫുഹു, മഹാനവറുകൾ എല്ലാ ദിവസത്തിലോ ഒരു റൊട്ടിയോ അതല്ലെങ്കിൽ അതിന്റെ പകുതി മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. എന്തേ കാരണോ? മഹാനവറുകളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ചെറിയ ഭക്ഷണം കഴിക്കുന്നു? നിങ്ങളുടെ വയറിൽ ഇനിയും ഒരുപാട് സ്ഥലമുണ്ടല്ലോ. അപ്പോഴാ പറയുന്നത്, ഓ കൂട്ടുകാരേ, ഞാനൊരു റൊട്ടി പൂർണ്ണമായി കഴിച്ചാൽ, അതല്ലെങ്കിൽ 2 റൊട്ടി പൂർണ്ണമായി കഴിച്ചാൽ, ഈ ഞാൻ കഴിക്കുന്ന സമയത്ത് എന്റെ രാജ്യത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു കഷ്ണം പോലും റൊട്ടി ലഭിക്കാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ്, എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടല്ല. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന് ഒരു കഷ്ണം റൊട്ടിയില്ലാതെ വിശന്ന് കഴിയുന്നെങ്കിൽ അല്ലാഹുവോട് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയതാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു. റൗളയിൽ ചെന്നു, റസൂലുള്ളാഹിനോടങ്ങ് പൊട്ടിക്കരഞ്ഞപ്പോ ആ റൗളയിൽ നിന്ന് ഹബീബിന്റെ കൈ ഉയർന്നു വന്നില്ലേ? ആയിരക്കണക്കിന് ആളുകൾ അതിന് ദൃക്സാക്ഷിയല്ലേ? അവിടെ ഒന്ന് സലാം പറഞ്ഞില്ലേ? കൈപിടിച്ച് ചുംബനം കൊടുത്തില്ലേ? അത്രയും വലിയ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണ്. അല്ലാഹുവേ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയൊക്കെ ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്.
ഞങ്ങളൊക്കെ നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. അവരൊക്കെ നയിച്ച ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റങ്ങൾ വരുത്താനോ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ.